Hi dears, welcome to Mantra Saree Draping Studio. ധോത്തി സ്റ്റൈൽ സാരി ഡ്രേപ്പിംഗ് ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. എങ്ങനെയാണ് ധോത്തി സ്റ്റൈലിൽ സാരി ഡ്രാപ്പ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ധോത്തി സ്റ്റൈൽ സാരി ഡ്രാപ്പ് ചെയ്യുന്ന സമയത്ത് സാരിയെ 2 ഭാഗങ്ങളാക്കി തിരിച്ച ശേഷം കറക്റ്റ് നടുവിലത്തെ ഭാഗത്ത് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കുക. ഇപ്പോൾ സാരിയുടെ ഈ ഒരു ഭാഗം ലെഫ്റ്റ് സൈഡിലും ഇത് റൈറ്റ് സൈഡിലും 2 ഭാഗങ്ങളായി മാറിയിട്ടുണ്ട്. ഇതിലെ ലെഫ്റ്റ് സൈഡിലെ ഭാഗം അകത്തൂടെ എടുത്തതിന് ശേഷം ഇത് ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലെ സെപ്പറേറ്റ് ചെയ്ത ഭാഗത്ത് നിന്ന് എടുത്ത ഫ്ലീറ്റ് ആണ്. ഇതിൽ ഫ്ലീറ്റ് അറേഞ്ച് ചെയ്ത ശേഷം ഒരു പിൻ കൊടുത്ത് പുറകില് ഫിക്സ് ചെയ്യണം. അടുത്തതായി നമ്മൾ പുറകിൽ ഫിക്സ് ചെയ്ത ആ പോർഷന്റെ ഒരു ഭാഗം എടുത്ത് ഇതുപോലെ ഫ്ലീറ്റ് ആക്കി ബോർഡർ ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഫ്ലീറ്റ് എടുത്ത ശേഷം ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്ലീറ്റ് അറേഞ്ച് ചെയ്ത ശേഷം ഇവിടെ ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കിട്ടും. അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഈ പോർഷന്റെ ഇവിടെ ഒരു പിൻ കൊടുക്കാം. അടുത്തതായിട്ട് റൈറ്റ് സൈഡിലെ പോർഷനാണ് കാണിക്കുന്നത്. റൈറ്റ് സൈഡിലെ പോർഷൻ വരുന്നത് ഷോൾഡർ ഭാഗത്തുള്ള മുന്താണിയുടെ പോർഷനാണ്. ഈ മുന്താണിയുടെ പോർഷൻ നേരത്തെ തന്നെ ഇതുപോലെ ഫ്ലീറ്റ് എടുത്ത് അറേഞ്ച് ചെയ്ത് അയൺ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഉടുക്കാൻ എളുപ്പമായിരിക്കും. റൈറ്റ് സൈഡിലെ പോർഷൻ ഇതുപോലെ ഫ്ലീറ്റ് എടുത്ത് തോളിന്റെ ഭാഗത്ത് ഫിക്സ് ചെയ്യുക. സാധാരണ സാരി ഡ്രാപ്പ് ചെയ്യുമ്പോൾ തന്നെ ഫ്ലീറ്റുകൾ അറേഞ്ച് ചെയ്ത് പിൻ ചെയ്ത് ഫിക്സ് ആക്കാം. ഈ ഭാഗത്തിന് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അരപ്പട്ട യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങളുടെ സജഷൻസ്, ഡൗട്ട്സ് എല്ലാം എന്നെ അറിയിക്കുക. താങ്ക് യു. ബൈ.